ഒരു ട്രെയിൻ യാത്രയിലാണ് ദയ. ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവൾക്കേറെ പ്രിയപ്പെട്ട മുത്തശ്ശിയുടെ മരണവും അതിനുശേഷമുള്ള ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷമാണ് ട്രെയിനിൽ ദയ തനിച്ച് യാത്ര ചെയ്യുന്നത്. അവൾക്ക് എത്തേണ്ടുന്ന സ്റ്റേഷനാകുമ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ദയയുടെ അമ്മ മുൻകൂട്ടി പറഞ്ഞു, ട്രെയിനിൽ കയറി ഉറങ്ങരുത്, ഉറങ്ങാതെ കാത്തിരിക്കണം, അല്ലെങ്കിൽ അതേറെ ബുദ്ധിമുട്ടാകും. മുത്തശ്ശിയുടെ മരണത്തിൻ്റെ പിറ്റേന്ന് തന്നെ ദയ മടങ്ങാൻ ഒരു കാരണമുണ്ട്. അവൾക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയാണ്. അതുകൊണ്ട് തീർച്ചയായും കോളേജിലെത്തണം. ദയ ട്രെയിനിൽ കയറി സീറ്റിലിരുന്നു. ഉറങ്ങുകയില്ല എന്ന് തന്നെ തീരുമാനിച്ചു. കയ്യിൽ പുസ്തകവുമുണ്ട്. മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ക്ഷീണവും. എപ്പോഴോ ദയ അറിയാതെ ഉറങ്ങിപ്പോയി. ആ ഉറക്കം കുറച്ചധികം നേരം നീണ്ടു. ഇടയ്ക്കെപ്പോഴോ കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റിലും കുറ്റാക്കൂരിരുട്ട്. ട്രെയിൻ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നു. പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ദയ ചാടി എഴുന്നേറ്റ് കമ്പാർട്ട്മെൻ്റ് അറ്റത്തുള്ള ഡോറിനടുത്തേക്ക് ഓടിപ്പോയി. ഏത് സ്റ്റേഷനാണെന്ന് ദയയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പെട്ടെന്നാണ് ദയ ശ്രദ്ധിച്ചത്, ആ ഡോറിനോട് ചേർന്ന് ഒരാൾ ഇരുട്ടത്തിരിക്കുന്നു. അർദ്ധരാത്രി പിന്നിട്ട ഈ സമയത്ത് ആരാണ് അവിടെ ഇരിക്കുന്നത് എന്നൊന്നും ചോദിക്കാനോ ചിന്തിക്കാനോ ദയ നിന്നില്ല. പെട്ടെന്ന് ചോദിച്ചു, ചേട്ടാ, ഇതേതാണ് സ്റ്റേഷൻ? അപ്പോഴാണ് അവൾ അറിഞ്ഞത് അവൾക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റേഷനാണ്. അവൾ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഈ സ്റ്റേഷനിൽ ഇറങ്ങണം. അപ്പോഴേക്കും ട്രെയിൻ പതിയെ മൂവ് ചെയ്തു തുടങ്ങി. കുറച്ചുകൂടെ സ്പീഡ് കൂടിയിരിക്കുന്നു. ദയ ഓടിപ്പോയി തൻ്റെ ബാഗ് ഇരുട്ടത്തെവിടുന്നോ തപ്പിയെടുത്തു. തിരികെ ഓടി വന്ന് ഡോറിൻ്റെ അവിടെ നിന്നപ്പോഴേക്കും ആ ഇരുട്ടത്തിരുന്ന മനുഷ്യൻ പറഞ്ഞു, സൂക്ഷിക്കണം, ട്രെയിൻ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാം. അവൾ പറഞ്ഞു, അത് പറ്റില്ല, ഇത് കഴിഞ്ഞാൽ ഒരുപാട് അകലെയാണ് അടുത്ത സ്റ്റേഷൻ. എനിക്കിവിടെ തന്നെ ഇറങ്ങണം, നാളെ എനിക്ക് പരീക്ഷയുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിൽക്കൂ, ഞാൻ സഹായിക്കാം. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ ദയയെ കൈകൊണ്ട് പൊക്കിയെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് നിർത്തി. ട്രെയിൻ മുന്നോട്ട് പോയി. ദയ തിരിഞ്ഞു നോക്കി. പക്ഷേ ആ ഡോറിൻ്റെ അവിടെ ആളെ കണ്ടതേയില്ല. പിന്നീടാണ് അവൾ ചിന്തിച്ചത്, ആരായിരുന്നു ആ മനുഷ്യൻ? തൻ്റെ ശരീരഭാരവും ബാഗും താങ്ങിക്കൊണ്ട് എങ്ങനെയാണ് ആ മനുഷ്യൻ ദയയെ പൊക്കിയെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് വെച്ചതെന്ന ചിന്ത അവളെ അലട്ടിക്കൊണ്ടേയിരുന്നു. ആ മനുഷ്യൻ ആരായിരിക്കും? എങ്ങനെയാണ് ആ മനുഷ്യൻ അത് സാധ്യമായത്? അവൾ അത് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പലതവണ അവൾ ആലോചിച്ചു. അത് ഉത്തരം കിട്ടിയില്ല.